സ്വർണ്ണ നിറമുള്ള മധുരമുള്ള ഒരു വാഴപ്പഴം, നമ്മുടെയൊക്കെ പ്രഭാത ഭക്ഷണത്തിലെ നിരുപദ്രവകാരിയായ ഒരു അതിഥി. എന്നാൽ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തിൽ ഈ പഴത്തിന് ചോരയുടെ ഗന്ധമാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി മാത്രം ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട 2 ലക്ഷം മനുഷ്യർ കുരുതി കൊടുക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ കഥയാണിത്. ഇത് 1954 ഗ്വാട്ടിമാലയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ അട്ടിമറിയുടെ കഥ. 1951 ഗ്വാട്ടിമാലയിൽ ജനാധിപത്യത്തിന്റെ വസന്തകാലമായിരുന്നു. പട്ടാളക്കാരനായിരുന്നിട്ടും ജനകീയനായ ജാക്കോബോ അർബൻസ് പ്രസിഡന്റായി അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ സ്വപ്നം ലളിതമായിരുന്നു: വിദേശ കമ്പനികളുടെ കാൽക്കീഴിൽ കിടക്കുന്ന ഗ്വാട്ടിമാലയെ ഒരു സ്വതന്ത്ര ആധുനിക രാഷ്ട്രമാക്കുക. അന്ന് ഗ്വാട്ടിമാലയിലെ 70% കൃഷിഭൂമിയും കൈവശം വെച്ചിരുന്നത് വെറും 2% വരുന്ന വൻകിടക്കാരായിരുന്നു. ഇതിൽ പ്രധാനി അമേരിക്കൻ ഭീമനായ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി ആയിരുന്നു. അവർക്ക് ഗ്വാട്ടിമാല വെറും ഒരു കച്ചവട കേന്ദ്രം മാത്രമായിരുന്നു. അർബൻസ് ഡിക്രി 900 എന്ന വിപ്ലവകരമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. കൃഷി ചെയ്യാതെ തരിശിട്ടിരുന്ന യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയുടെ ഏക്കർ കണക്കിന് ഭൂമി അദ്ദേഹം പിടിച്ചെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വീതിച്ചു നൽകി. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു. കാരണം ലളിതമായിരുന്നു. അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ ഫോസ്റ്റർ ഡളസിനും CIA മേധാവി അലൻ ഡളസിനും യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയിൽ വലിയ ഓഹരികൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ ബിസിനസ് തകരുമെന്നായപ്പോൾ അവർ അതിനൊരു രാഷ്ട്രീയ നിറം നൽകി. അർബൻസ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. ഗ്വാട്ടിമാല സോവിയറ്റ് യൂണിയന്റെ താവളമാകാൻ പോകുന്നു എന്ന പെരും നുണ അവർ വൈറ്റ് ഹൗസിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഓപ്പറേഷൻ PB സക്സസ് എന്ന കോഡ് നാമത്തിൽ CIA ഗ്വാട്ടിമാലയിലേക്ക് തിരിഞ്ഞു. ഇതൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് മനഃശാസ്ത്രപരമായ ഒരു നീക്കമായിരുന്നു. അവർ വോയിസ് ഓഫ് ലിബറേഷൻ എന്ന വ്യാജ റേഡിയോ സ്റ്റേഷൻ തുടങ്ങി ജനങ്ങളിൽ ഭീതി പടർത്തി. തലസ്ഥാന നഗരിയിൽ ബോംബുകൾ വർഷിച്ചു. ഗ്വാട്ടിമാലൻ സൈന്യത്തിലെ ഉന്നതരെ വിലയ്ക്കു വാങ്ങി അർബൻസിനെ ഒറ്റപ്പെടുത്തി. ഒടുവിൽ സ്വന്തം ജനതയെ ഒരു രക്തച്ചൊരിച്ചിലേക്ക് തള്ളിവിടാതിരിക്കാൻ 1954 ജൂൺ 27 അർബൻസിന് അധികാരം ഒഴിയേണ്ടി വന്നു. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പരിശോധനയ്ക്ക് വിധേയനാക്കപ്പെട്ട അർബൻസിന്റെ ചിത്രം ഇന്നും സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതയുടെ മുഖമാണ്. പക്ഷേ ദുരന്തം അവിടെ അവസാനിച്ചില്ല, തുടങ്ങുകയേ ഉണ്ടായിരുന്നുള്ളൂ. അർബൻസിന് ശേഷം അമേരിക്ക വാഴിച്ച ഏകാധിപതികൾ രാജ്യത്തെ നരകമാക്കി. തുടർന്നു വന്ന 36 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ 2 ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. മായൻ ആദിവാസി വിഭാഗങ്ങളെ അവർ വംശഹത്യ ചെയ്തു. സ്ത്രീകളും കുട്ടികളും വേട്ടയാടപ്പെട്ടു. വാഴപ്പഴം വിൽക്കുന്ന കമ്പനിയുടെ ലാഭവിഹിതം സംരക്ഷിക്കാൻ ഒരു രാജ്യം മുഴുവൻ ശ്മശാനമായി മാറി. ബനാന റിപ്പബ്ലിക് എന്ന വാക്കിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ കൊടും ക്രൂരതയുടെ ചരിത്രമാണ്. 1954 നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: കോർപ്പറേറ്റ് അത്യാഗ്രഹത്തിന് മുന്നിൽ പലപ്പോഴും നീതിയും ജനാധിപത്യവും തോറ്റുപോയേക്കാം, പക്ഷേ ചരിത്രം അത് മറക്കില്ല. ജാക്കോബോ അർബൻസ് ഇന്നും ലാറ്റിൻ അമേരിക്കയുടെ നെഞ്ചിലെ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു.